അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ മോള് അപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കിയാണ്. അപ്പോൾ സ്കൂളിൽ അവർക്കൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്കൂള് അടച്ചപ്പോൾ കൊടുത്താണ്, പക്ഷേ സ്കൂൾ തുറക്കാറായപ്പോഴാണ് ഇപ്പോൾ നമുക്ക് ടൈം കിട്ടുന്നത്. അപ്പോൾ മോളെ കൊണ്ട് തന്നെ ചിക്കൻ കറി റെഡിയാക്കണം, അപ്പവും ചുടണം എന്നാണ് സ്കൂളിലൊരു മിസ്സ് പറഞ്ഞു വിട്ടത്, ഒരു ആക്ടിവിറ്റി ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ആക്ടിവിറ്റിയൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ മോള് ചിക്കൻ കറി വെക്കാൻ തുടങ്ങി. ചിക്കൻ കറിയുടെ പിറകിൽ എൻ്റെ ഹെൽപ്പൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു കൊടുത്ത് മോളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടിപൊളി ചിക്കൻ കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അത് ചൂടായതിന് ശേഷം 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കടുക് എന്നിവ ചേർത്ത് കൊടുത്തു. നമ്മൾ ഇറച്ചിയും ചിക്കനും ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉലുവ ചേർക്കൽ പതിവാണ്. അങ്ങനെ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വഴറ്റുന്ന പരിപാടി എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് എൻ്റെ മോൾക്ക് ഈ കറി വെച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. വഴറ്റി കൈ വേദന എടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഹെൽപ്പ് അങ്ങനെ വഴറ്റി കൊടുക്കാനൊന്നും പോയിട്ടില്ല, മോളെ കണ്ട് തന്നെ അങ്ങ് ചെയ്യിപ്പിച്ചു. അങ്ങനെ വഴണ്ട് വന്ന ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിതാ കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവയൊന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആൾ കുറച്ച് സ്ലോ ആണ് കേട്ടോ. അപ്പം സ്ലോ ആയിട്ടാണ് അവളുടെ പണികളൊക്കെ അവൾ ചെയ്യാറ്. അങ്ങനെ നന്നായിട്ടത് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊരു തക്കാളി അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതാ മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ചിക്കൻ മസാല അതും 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ ചിക്കൻ കറി 1 കിലോ ചിക്കൻ, അതിൽ കൂടുതൽ ചിക്കൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തത്. അങ്ങനെ പൊടികൾ നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ആ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ആ മസാലയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് ആൾക്ക് വഴറ്റാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ഞാൻ തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തു. മിക്സാക്കിയതിന് ശേഷം പിന്നെ അവളൊന്ന് ഇളക്കിയെടുത്തു. അപ്പോൾ ഇതൊക്കെ വെച്ച് പഠിപ്പിക്കുന്നത് നല്ലതാണ്. നമുക്കൊരു ഹെൽപ്പ് ചില സമയത്ത് ചെയ്യാൻ പറയുവാണെങ്കിൽ ചെയ്ത് തരാമല്ലോ. ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ കുക്ക് ചെയ്യാനൊക്കെ മടിയുള്ള ആളാണ്. ബാക്കി പണികളൊക്കെ ചെയ്യും. പിന്നെ അല്ലാതെ വല്ല സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതൊക്കെ ചെറുതായിട്ട് ചെയ്യുന്ന ആളാണ്. കൂടുതലിഷ്ടം ജ്യൂസ് ഇരിക്കാനൊക്കെയാണ് കേട്ടോ ആൾക്ക് താല്പര്യം. അങ്ങനെ നമ്മൾ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിലുള്ള ഉപ്പും ഇടയ്ക്ക് ചേർത്ത് കൊടുത്തു, അത് പറയാൻ മറന്നാണേ. അപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് ചിക്കൻ കറി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ. ആ സമയത്ത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല 1 സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എരിവ് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമ്മുടെ ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ലാസ്റ്റായിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. പിന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ കുറച്ച് മല്ലിയില അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലേക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും കൂടെ ജസ്റ്റ് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് അപ്പവും കൂടെ ചുട്ടെടുക്കണം. അങ്ങനെ അവൾ തന്നെ അപ്പം ചുടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് ചുറ്റിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ രണ്ടാമത്തെ അപ്പം അവളെ കൊണ്ട് തന്നെ ചുറ്റിപ്പിച്ചു. അങ്ങനെ നമ്മുടെ അപ്പവും നല്ല ചിക്കൻ കറിയുടെ റെഡി ആയി കഴിഞ്ഞു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആക്ടിവിറ്റി കാരണം നമുക്കൊരു റെസിപ്പിയുടെ വീഡിയോ കൂടെ എടുക്കാൻ പറ്റി മോളെ കൊണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റും, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറി. ഞാൻ കൂട്ടിയതിൽ നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ മോളുണ്ടാക്കിയപ്പോൾ, അതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു നിനക്കൊരു കൈപ്പുണ്യമുള്ള ആളാന്ന് തോന്നുന്നു നീ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി, അവളുടെ ചിക്കൻ കറി അപ്പോൾ ഒക്കെ കൂട്ടി അവൾ കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.